ഹായ് ഫ്രണ്ട്സ്, ഞാൻ കസാക് ബെഞ്ചാലി. പുതിയ വീഡിയോ ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ജീവിതത്തിൽ പല ആളുകൾക്കും എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ്. പലരുടെയും വലിയ ആഗ്രഹത്തെക്കുറിച്ചാണ്. പലരുടെയും ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയുമോ? എനിക്ക് രാവിലെ ഒരു 4:30 മണിക്ക് അല്ലെങ്കിൽ 5 മണിക്ക് എഴുന്നേൽക്കുന്ന ശീലമുള്ള ഒരാളായി മാറണം. ഞാൻ കഴിഞ്ഞ ഒരുപാട് കാലങ്ങളായിട്ട് അതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്ക് കഴിയുന്നില്ല. എങ്ങനെയാണ് നേരത്തെ എഴുന്നേൽക്കുക? എങ്ങനെയാണ് എനിക്ക് നേരത്തെ എഴുന്നേൽക്കുന്നത് ശീലമാക്കാൻ കഴിയുക? എനിക്ക് കഴിയുന്നില്ല, മടിയാണ്. പലപ്പോഴും ഞാൻ അലാം വെക്കും, പക്ഷേ അലാം ഓഫാക്കിയിട്ട് ഞാൻ തന്നെ കിടന്നു പോകും. എങ്ങനെയാണ് ഇതിൽ നിന്ന് പുറത്ത് കടക്കാൻ കഴിയുക? ഈ ഒരു ദുശീലം മാറ്റിയിട്ട് രാവിലെ എഴുന്നേൽക്കുക അല്ലെങ്കിൽ 5 മണിക്ക് മുൻപ് എഴുന്നേൽക്കുക എന്ന് പറയുന്ന നല്ല ശീലം സൃഷ്ടിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പലരും ചോദിക്കാറുണ്ട്. അതിനുള്ള ഞാൻ എൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന ഒരു സൂത്രമാണ് ഈ പറയാൻ പോകുന്നത്. നേരത്തെ എഴുന്നേൽക്കാനുള്ള സൂത്രം. ഇതിന് കുറച്ച് സ്റ്റെപ്പുകളേ ഉള്ളൂ. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപും നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം? നിങ്ങൾക്ക് നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്ന ബെനിഫിറ്റുകളെ കുറിച്ച് കാണണം. ബെനിഫിറ്റുകൾ എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ നേരത്തെ എഴുന്നേൽക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനകത്തേക്ക് വന്നത് ഉറക്കം എന്ന് പറയുന്ന കംഫർട്ട്, സുഖകരമായ അവസ്ഥ വിട്ടിട്ട് നമ്മൾ എണീക്കുക എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ട് തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ച്, അതുപോലെ തന്നെ രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ പലപ്പോഴും എക്സസൈസിന് വേണ്ടിയിട്ടും ഓടാൻ പോകാൻ വേണ്ടിയിട്ടൊക്കെയാണ്. അപ്പോൾ ഈ ഓടാൻ പോകുമ്പോൾ ഓടുക എന്ന് പറയുന്ന ബുദ്ധിമുട്ട്, അതല്ലെങ്കിൽ ഓടുക അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുക, ഹാർഡായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു ചിത്രമാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്, അല്ലേ? ആണ്. ഇത് തന്നെയാണ് നമ്മൾ ആദ്യമായിട്ട് ഈ നേരത്തെ എഴുന്നേൽക്കുന്നത് തടസ്സപ്പെടുന്ന കാര്യം. ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ ആ ഡിസ്കംഫർട്ടാണ് നമ്മളെ പലപ്പോഴും ബുദ്ധിമുട്ടിക്കുന്നത്. അപ്പോൾ ആ ഒരു ചിത്രം മാറ്റിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താ? നിങ്ങൾ ഓടാൻ പോയി കഴിഞ്ഞാൽ, നിങ്ങൾ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകിൽ നേരത്തെ എഴുന്നേറ്റ് പഠിച്ചുകൊണ്ട് ജീവിതത്തിൽ വലിയ വിജയം നേടാം. അതുകൊണ്ട് നല്ല ജോലിയൊക്കെ നേടിയിട്ട് സുഖകരമായിട്ട് ജീവിക്കുന്നൊരവസ്ഥ നിങ്ങൾക്ക് സ്വപ്നം കാണാം. അല്ലെങ്കിൽ നിങ്ങളുടെ തടി കുറയ്ക്കാൻ വേണ്ടിയിട്ടും എക്സസൈസൊക്കെ ചെയ്ത് നിങ്ങളെ ഹെൽത്തി ആയിട്ട് ഫിറ്റായിട്ട് നടക്കാൻ പോകുന്നതാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾ നല്ല അടിപൊളിയായിട്ടുള്ള ജീൻസും ഒരു ടീഷർട്ടൊക്കെ ഇട്ട് നല്ല ഫിറ്റായിട്ട്, വയറൊന്നും ഇല്ലാതെ അത്യാവശ്യം നല്ല മസിലൊക്കെ കാണിച്ചുകൊണ്ട് ഇങ്ങനെ കംഫർട്ടബിളായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ജീവിതം നിങ്ങൾ നയിക്കുന്നതും, എല്ലായിടത്തും നിങ്ങൾ ഇഷ്ടപ്പെട്ട വസ്ത്രമൊക്കെ ധരിച്ചുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് പോകുന്ന കുന്നും മലയും ഒക്കെ ചാടിക്കേറിയുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള നിങ്ങളെ കാണുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് വൈബ് തരും. നേരെ മറിച്ച് രാവിലെ എഴുന്നേൽക്കുക എന്ന് പറയുന്ന ചിത്രം കാണുന്ന ബുദ്ധിമുട്ട് കാണുന്നതിന് പകരം നിങ്ങൾ പോസിറ്റീവായിട്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് കാണേണ്ട ചിത്രമായിട്ട് ആദ്യം തന്നെ റീപ്ലേസ് ചെയ്യുക. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഉറങ്ങാൻ കിടങ്ങുന്നതിന് മുൻപ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പ്രത്യേകത ഉണ്ട്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ, നമ്മുടെ മനസ്സിനെ ശാന്തമാക്കിയതിന് ശേഷം ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് നീ രാവിലെ എന്നെ 4:55 വിളിക്കണം കേട്ടോ. ഒരു തലയിണയോട് നമ്മൾ പറയുക, 4:55 എന്നെ വിളിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തലയിണയോടും അതുപോലെ തന്നെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനോടും പറയുക, എനിക്ക് നാളെ 4:55 എഴുന്നേൽക്കണം, എന്നെ വിളിച്ചുണർത്തണം എന്ന് പറയുക. ശാന്തമായ അവസ്ഥയിലായിരിക്കണം. ചിന്തകളുടെ ഡിസ്റ്റർബൻസ് ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ മനസ്സിന് മെഡിറ്റേഷനോ മറ്റ് ബ്രീത്തിങ് എക്സസൈസോ ഒക്കെ ചെയ്തുകൊണ്ട് ശാന്തമാക്കിക്കൊണ്ട് കിടക്കുക. കിടക്കുന്ന സമയത്ത് പറയുക, എന്നെ 4:55 വിളിക്കണേ എന്ന് പറഞ്ഞാൽ മതി. 4:55 ആവണ്ട, 4:50 നിങ്ങളുടെ മൈൻഡ് നിങ്ങളെ വിളിച്ചിരിക്കും, നിങ്ങൾ ഉണർന്നിരിക്കും. നിങ്ങൾ പോലും അറിയാതെ ഒന്ന് ഞെട്ടി ഉണരും, അറിയാതെ ഉണരും. ഒന്ന് ഫ്രഷായിട്ട് തന്നെ, ഒരു ഫ്രഷ് മൈൻഡോട് കൂടിയിട്ട് തന്നെ നിങ്ങൾ ഉണരും. പക്ഷെ ഒരു കാര്യം ഉറപ്പ് വരുത്തുക, നിങ്ങൾ മിനിമം ഒരു 5 മണിക്കൂറെങ്കിലും ഉറങ്ങിയിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. ഇൻ കേസ് ഒരു ദിവസം നിങ്ങൾക്ക് അതിന് പറ്റിയില്ലെങ്കിൽ അടുത്ത ദിവസം അഡ്ജസ്റ്റ് ചെയ്യണം. ഹെൽത്തി ആയിട്ടുള്ളൊരു ഡെയിലി ഹെൽത്ത് റൂട്ടീൻ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ 5 മണിക്കൂർ ഉറക്കം, ഡീപ്പായിട്ടുള്ള ഉറക്കമെങ്കിലും മിനിമം നമുക്ക് വേണം. അത് 6-7 മണിക്കൂർ വരെയൊക്കെ ആകാം. പക്ഷേ ഡീപ്പ് സ്ലീപ്പാണെങ്കിൽ 5 മണിക്കൂർ മതിയെന്നാണ് എൻ്റെ ഒരു അനുഭവം എന്നെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നല്ല ഡീപ്പ് സ്ലീപ്പാണെങ്കിൽ 5 മണിക്കൂറെങ്കിലും നിങ്ങൾ ഉറങ്ങിയിരിക്കണം. അപ്പോൾ ഇനി മൂന്നാമത്തെ കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. മൂന്നാമത്തെ സ്റ്റെപ്പാണ് പറയാൻ പോകുന്നത്, നേരത്തെ എണീക്കാനുള്ള. നമ്മൾ എങ്ങനെയായാലും 4:55 എഴുന്നേൽപ്പിക്കാൻ നമ്മുടെ മനസ്സിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തലയിണയോട് നമ്മളെ വിളിച്ചുണർത്താൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കൂടെ നിങ്ങൾ അലാം വെക്കുകയും ചെയ്യുക. ഡെഫിനറ്റ്ലി നിങ്ങൾ അലാം അടിക്കുന്നതിൻ്റെ 2 മിനിറ്റ് മുമ്പ് നിങ്ങൾ എഴുന്നേറ്റിരിക്കും, യാതൊരു സംശയം വേണ്ട. ആ എഴുന്നേൽക്കുന്ന ആ നിമിഷം നിങ്ങൾ ബെഡിൽ നിന്ന് പുറത്ത് വരണം. ആ നിമിഷം നിങ്ങൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റിട്ട് പുറത്ത് വരണം. അല്ലെങ്കിലുള്ള കുഴപ്പം, അയ്യോ ഇനി ഒരു 4:55 ആയി, 4:50 ആയല്ലോ, ഇനി ഒരു 10 മിനിറ്റ് കൂടെ കിടക്കാം എന്ന് വിചാരിച്ചിട്ട് കിടന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ 7 മണിയാവാതെ എഴുന്നേൽക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് എണീക്കാൻ സിഗ്നൽ കിട്ടുന്ന നിമിഷം നിങ്ങൾ പുറത്ത് വരണം. മൂന്നാമത്തെ സ്റ്റെപ്പ്. ഇനി നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഈ ശീലം നിങ്ങൾ
തുടങ്ങിക്കഴിഞ്ഞാൽ മിനിമം 21 ദിവസമെങ്കിലും ഈ ശീലം നിങ്ങൾ ചെയ്യുന്ന പക്ഷം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് മാറ്റിമറിക്കുന്ന ഈ ഒരു ശീലത്തെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ഹാബിറ്റാക്കി മാറ്റാനും നിങ്ങൾ പോലും അറിയാതെ അലാം പോലും വെക്കാതെ തന്നെ നിങ്ങളുടെ കൃത്യം 4:50 ആകുമ്പോൾ അറിയാതെ തന്നെ എഴുന്നേറ്റ് വരാൻ കഴിയുന്നൊരവസ്ഥയിലേക്ക് നിങ്ങളെ മാറ്റാനും കഴിയും. അതിനു വേണ്ടി നിങ്ങൾ മിനിമം 21 ദിവസമെങ്കിലും ഇത് ചെയ്താൽ മതി. 4 സ്റ്റെപ്പുകളാണ് നമ്മൾ പറഞ്ഞത്. ഒന്നാമത്തത്, നിങ്ങൾ ഇതുകൊണ്ട് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ് കിട്ടിയതിന് ശേഷം നിങ്ങൾ ജീവിക്കുന്ന ആ ഒരു സീന് നിങ്ങളുടെ മനസ്സിനകത്ത് സൃഷ്ടിക്കുക. 2, ശാന്തമായ മനസ്സോടുകൂടി കിടക്കുന്നതിന് മുമ്പ് മനസ്സിനോടും തലയിണയോടും നിങ്ങൾ 4 മണിക്ക് എഴുന്നേൽക്കാൻ ആഗ്രഹിക്കുന്ന സമയത്തിന് 5 മിനിറ്റ് മുമ്പ് നിങ്ങൾ വിളിച്ചുണർത്താൻ പറയുക. മൂന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് ആദ്യം തന്നെ നിങ്ങൾ ഉണരുന്ന നിമിഷം ഡെഫിനറ്റ്ലി നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ മനസ്സിനകത്ത് അലാം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉണരും. ആ അലാം അടിക്കുന്ന നിങ്ങളെ ഉള്ളിലേക്ക് ആദ്യം ഉണരൂ എന്ന് പറയുന്ന ഫസ്റ്റ് കമാൻഡ് വരുന്ന സമയത്ത് തന്നെ ബെഡിൽ നിന്ന് ചാടി എണീക്കുക. 4ാമത്തെ കാര്യം, നിങ്ങൾ ഈ ശീലം ഏറ്റവും ചുരുങ്ങിയത് 21 ദിവസമെങ്കിലും കടിച്ചു പിടിച്ച് ചെയ്തു കഴിഞ്ഞാൽ ഈ ശീലം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയും. ജീവിതത്തിൽ വിജയിച്ച ആളുകൾ ആകെ ഒരു 10% ലോകത്തുള്ളൂ. അവരുടേതായ മേഖലയിൽ വലിയ കോൺട്രിബ്യൂഷൻ നൽകിയിട്ട് വിജയിച്ച വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കിയ ആളുകൾ. ലോകത്ത് 5 മണിക്ക് മുൻപ് അല്ലെങ്കിൽ 4-നും 6-നും ഇടയിൽ എഴുന്നേൽക്കുന്ന ആളുകൾ 10% ആളുകളാണ്. ഈ 4-നും 6-നും ഇടയിൽ എഴുന്നേൽക്കുന്ന ആളുകളെക്കുറിച്ച് പഠനം നടത്തിയപ്പോൾ മനസ്സിലായത് ഇവരിൽ 99% ആളുകളും ജീവിതത്തിൽ വലിയ വിജയം സ്വന്തമാക്കിയവരും വലിയ കോൺട്രിബ്യൂഷൻ ഈ സമൂഹത്തിന് നൽകിയവരുമാണ്. നിങ്ങൾക്കും അങ്ങനെ ആകാൻ കഴിയും. മടിക്കാതെ എഴുന്നേൽക്കുക. യു ഹാവ് എ ഗ്രേറ്റ് ടാലൻറ്റ്, യു ഹാവ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി, യു ആർ എ ഗ്രേറ്റ് പേഴ്സൺ ആൻഡ് യു ഹാവ് എ ഗ്രേറ്റ് റോൾ ഇൻ ദിസ് വേൾഡ്, യു ഹാവ് എ ഗ്രേറ്റ് പർപ്പസ് ടു ഡു for this universe. Thank you very much. ഞാൻ കസാക് ബെഞ്ചാലി. നിങ്ങൾക്ക് കൗൺസിലിംഗ് പോലുള്ള സർവീസുകൾ, ബിസിനസ് കോച്ചിങ് ആവട്ടെ, നിങ്ങൾ നേരിടുന്ന പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾക്കുള്ള കൗൺസിലിംഗ് പോലുള്ള സർവീസുകൾ ആവശ്യമുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന കൗൺസിലിംഗ് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. നിങ്ങൾക്ക് എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കുന്ന പോസിറ്റീവായ ആളുകളുടെ കൂട്ടായ്മയായ ബെഞ്ചാലി ലൈഫിൻ്റെ ഭാഗമാകണമെങ്കിൽ നിങ്ങൾക്ക് ബ്ലിസ് എന്ന് പറയുന്ന ബെഞ്ചാലി ലൈഫിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ജോയിൻ വാട്സപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് എല്ലായിടത്തും വാട്സപ്പിലും അതുപോലെ തന്നെ മറ്റു മേഖലകളിലൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതാണ്. താങ്ക് യു വെരി മച്ച്. ഒരിക്കൽ കൂടി നന്ദി.